ഹായ് ഹായ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ്. ഇന്ന് ഇവിടെ ഒരാൾ ഒരു ചലഞ്ചായിട്ട് വന്നിരിക്കുക. ഓളെ ഒരു ചലഞ്ചും ഇല്ല. ഞാനൊരു പൂവൻകോയിനെ പിടിക്കാൻ വേണ്ടി കുറെ ദിവസമായിട്ട് ഞാൻ ആശിക്കാതെ പറഞ്ഞപ്പോൾ ആശിക്ക് പറഞ്ഞു അത് പിടിച്ച് കാണിച്ചു കൊടുക്കണം. അതന്നെ ഓള് പറഞ്ഞ് ഓള് ഇവിടെ കോയിനെ വളർത്തുന്നുണ്ട്, ഓളല്ലേ ഓളമ്മ. അപ്പൊ അതിലൊരു പൂവൻ കോഴി ഇവിടെ ബാക്കി എല്ലാത്തിനും ഓൾ പിടിക്കും, പക്ഷെ പൂവൻ കോയിനൊക്കെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്ന് പിടിക്കുന്ന പറഞ്ഞ തലൈവ പിടിക്കോ? പിടിച്ചോ? കാല് വൃത്തിയില്ലാലോ. അതിന്റെ കാലൊന്നും വൃത്തിയില്ല. പിടിച്ചോ മോനെ. അത് ഉമ്മ കൂട്ടിലാക്കുമ്പോ എനിക്ക് പിടിച്ചേരും. എന്താ എന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ അങ്ങോട്ടോ പോയി. അത് പിടിക്കാൻ നിന്നിരുന്ന കോഴി അല്ലത്. പക്ഷെ എന്റെ കൈ ഉപയോഗിച്ച് പിടിക്കണം. ആ പിന്നെ വരുന്നില്ല. അത് വിളിച്ചോ കോഴിനെ മണക്കണം. സ്മെല്ലൊന്നും പറ്റില്ല, ആള് വല്ലതാ പോകുന്നതാ. കോഴി മുട്ടന്നതാ. അയ്യേ ഉമ്മ മണ്ണ് കുളിക്കുക, അതാ മുട്ടടല്. ഈ ആശിക്കൊന്നും അറിയൂല തോന്നുന്നു. മണ്ണ് കുളിക്കുക. ഇനി മുട്ടട എങ്ങനെയാ? മുട്ടടുമ്പോ കുഴിക്കൂല. മുട്ടടുമ്പോ കുഴിക്കൊന്നുമില്ല. മുട്ടടുമ്പോ എല്ലാ ആടേയും പോയി കുത്തിരിക്കുള്ളൂ. നല്ല കഥ. മാറിക്കോ. അവളെ ആഗ്രഹം വെറും 10 മിനിറ്റ് കൊണ്ട് അവസാനിച്ചു. ആഗ്രഹം എന്ന് പറയാന് അപ്പൊ എന്താക്കാനാ? കോഴി നിന്ന് റേറ്റല്ലേ. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ ഗൈസ്? ചെറിയ ചെറിയ ഫുള്ള് ഇച്ചിരി പൊടിയേ ഉള്ളൂ. ബാക്കി എല്ലാ കോഴി നിന്ന് കൊടുക്കും, പൂവൻ കോഴി നടക്കില്ല. പക്ഷെ പൂവങ്ങനെ കിട്ടില്ല. ബാക്കിയുള്ള കോഴികൾ പിടിക്കില്ല. എല്ലാത്തിനും ഒന്നും പിടിക്കില്ല. ഒരു അമ്മായി കോഴി ഉണ്ടായിരുന്നു, അതിനെ മാത്രമേ പിടിക്കുള്ളൂ. അത് വെല്ല ഇങ്ങനെ പതുങ്ങി തരും. അതിനാരോ കൊണ്ടുപോയില്ല. തിരിച്ചിട്ടി അത് പറയുമ്പോൾ അതിനാരോ കൊണ്ടുപോയിട്ടോ. അത് കൊണ്ടുപോയി ആരോ അമ്മായി കോയിനെ. അതേമാതിരി വേറൊന്നും കൂടെ ഉണ്ട് ഇവിടെ. അത് ഒരു കോഴി ഉണ്ട്, അതും പിടിക്കാൻ നിന്നരും. എന്താ പറയാ, നമുക്ക് പലർക്കും പല ആഗ്രഹങ്ങളല്ലേ. ഇവിടെ ആഗ്രഹങ്ങളൊക്കെയാണ് കോയിനെ പിടിക്കുക. ഒരു കോഴി നമ്മൾ പണ്ടത്തെ മിനി വ്ലോഗ് കണ്ടൊക്കെ തരാം. ഒരു കോയിനെ ഇങ്ങനെയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കോഴി നല്ല കോഴി അല്ലേ. അതിന് വേണേ നമുക്ക് സൈഡിൽ ഇട്ട് കൊടുക്കാം. ഇല്ല, അത് മിനി വ്ലോഗ് കാണുന്നൊക്കെ മനസ്സിലാവും. വിഷലിന്റെ ഞാട്ടരാ ഞാനൊന്ന് ഡിലീറ്റ് ആക്കൂലല്ലോ. അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മളതിനെ പിടിക്കുന്ന അടുത്ത വീഡിയോടാ. പിടിക്കാൻ കിട്ടില്ല. ഒന്നാമതില്ലേ മഴ പെയ്തിട്ട് എന്തൊരു മണം. അത് വല്ല സഹിക്കും. മണം മോശമായി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ പോലെ. അതുകൊണ്ടാണ് നൈസായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അല്ല, മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് കോഴിക്കൊക്കെ ഒരു മണമായിരിക്കും. അപ്പൊ ഇപ്പൊ പിടിക്കണ്ട, നമുക്ക് വെയിലടക്കിയപ്പോഴും ദിവസം പിടിക്കാം. ഇപ്പൊ തന്നെ മുഖത്ത് അടിച്ചിട്ടുണ്ടെന്ന് എല്ലാരും പറയും. പിന്നെ തടിക്കൂലേ കൈസ്? വേറെ പണികളൊന്നുമില്ലല്ലോ, തിന്നല് മാത്രമല്ലേ പണി. ഇപ്പൊ മെയിൻ പരിപാടി തിന്നല. വീട്ടില് ഫുൾ ടൈം റെസ്റ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാല് പണ്ടത്തെ വീഡിയോസ് കാണുന്ന സമയത്ത്, പണ്ടത്തെ മീൻസ് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും ഇതാരാ. കാരണം ഇപ്പൊ ഈ ഫേസ് തന്നെ കണ്ട് 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 മറ്റേ കാണുമ്പോ ഇതാരാ. മറ്റേ ഉണങ്ങിയിട്ടാണല്ലോ ഇത് തടിച്ച്. അല്ല, ഉണങ്ങിയിട്ടല്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അല്ല, മറ്റേ തടിയില്ലല്ലോ. അതാ ഉദ്ദേശിച്ചത്. അതാ പൂവൻ കോഴിനെ പിടിച്ചില്ല തള്ളാന്ന് പറയുന്ന പറഞ്ഞിട്ട് ഓടുന്നത് തപ്പിയെടുത്ത വീഡിയോ എഴുതാന്നല്ല കണ്ടോ. അപ്പൊ പൂവൻ കോഴിനെ പിടിച്ച് കിട്ടോ. ഇനി തെളിവ് കാണിച്ചു തന്നെ. ഇനി ആര് തള്ളാണ് പൂവൻ കോഴിനെ പിടിക്കാൻ കിട്ടില്ലെന്ന് പറയണ്ട. അതിനിപ്പോ തപ്പി എടുത്തിട്ട് ഓളെ ഫോണിൽ പിടിക്കാനൊക്കെ കിട്ടും. അതല്ല, ഇനി ഇപ്പൊ പിടിച്ചിട്ടില്ലല്ലോ, വീഡിയോ കാണില്ല പറയാം. എവിടെ തപ്പി എടുത്ത് കഷ്ടം കിട്ടണം. അപ്പൊ ഹാപ്പി അല്ലെങ്കിൽ ഇപ്പൊ ഫുള്ളോ എന്താ പറയാ, പ്രഗ്നൻസി ക്രേവിങ്സാ. നിങ്ങൾ വിചാരിക്കും സാധാരണ എല്ലാവരും മാതിരി മസാല ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്. പക്ഷെ ഇവിടെ കുറച്ച് വെറൈറ്റി ക്രേവിങ്സ് ഒക്കെ വരുന്നത്. എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ഇങ്ങനെ എന്താ ക്രേവിങ്സ് വെച്ചിട്ടുണ്ടെങ്കില് പലതരം ക്രേവിങ്സുകൾ അപ്പം ഇവിടെ പലതരമായിട്ടുള്ളത്. അതിന് ഉദാഹരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില്, ഒരു അവക്കാഡോ ജ്യൂസ് അടിച്ചിട്ട് അതില് ലോകത്തില്ലാത്ത എല്ലാ നട്സും ഇട്ടിട്ട് അവസാനം പകുതി പോലും കഴിക്കാണ്ട് ഇന്നെ കൊണ്ട് കുടിപ്പിച്ച്. ഇന്ന് ഇനിയിപ്പോ എന്തൊക്കെ പൊരി ഉണ്ടായിട്ട് എന്തൊക്കെ പൊരിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു വൈകുന്നേരം ആകുമ്പോ. എന്താണ് ഇന്ന് ബീഫും പൊറാട്ടയാ. ഇന്ന് ബീഫും പൊറാട്ടയാ? അതല്ല, ബീഫ് വരട്ടിയതും പൊറാട്ടയും കറുത്ത കളറില്. അതല്ല, കൊത്തൊക്കെ ഇട്ടിട്ട് മറ്റേ തേങ്ങ കറിവേപ്പിലയും പിന്നെ ഉള്ളിയൊക്കെ ഇങ്ങനെ പൊരിച്ചിട്ട് ഇട്ടിട്ട്. അതാ ക്രേവിങ്സ്. പൊറാട്ട വാങ്ങിക്കുന്നപ്പോ. പിന്നെ അത് മാത്രല്ല, വേറൊരു സാധനം ഉണ്ട്. എന്തോ ഒരു ചീരറ്റ എടുത്ത് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിട്ട്. അത് ഓൾറെഡി ഇന്നലെ പൊരിച്ച്. അത് ഞാൻ പൊരിച്ച്. എനിക്ക് തന്നിട്ടില്ല. എന്താണ് കാര്യമിട്ടെ, ഇതൊക്കെ പൊരിച്ചിട്ടില്ലേ ചൂടോടെ കഴിക്കണം. എന്നാ പിന്നെ പൊരിച്ച കാര്യം പറയണ്ട എന്നോട്.
പൊരിച്ച കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കണു. ആണോ? നമുക്ക് അതിന്റെ ലാസ്റ്റ് കൊടുക്കല വീഡിയോ. അതൊക്കെ കഴിക്കുന്നുണ്ട്. ബജി മുളകും പാലക്കല വേറെന്തൊരു ചീരയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്. അങ്ങനെ എല്ലാവർക്കും കിട്ടാത്തൊരു സാധനം. അങ്ങനെ ചിലപ്പോ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറുമുറു ചെല്ലില്ലേ, വേഗം തണുത്തു പോവില്ലേ. പക്ഷെ ഞാൻ ചിലപ്പോ ഉണ്ടാക്കുന്നതെല്ലാം കറുമുറു ചെല്ലും ചിലപ്പോട്ടോ. അത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. പണ്ട് ഇതേമാതിരി വെറൈറ്റീസ് ആണ് ഞാൻ ഉണ്ടാക്കി നോക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളും കഴിച്ചു കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ നല്ല പൈത്ത വരക്കച്ചൊക്കെ ഉണ്ടെങ്കിൽ ചക്ക എടുക്കുക, എന്നിട്ട് എന്താക്കുക, ഈ കടലപ്പൊടി ഇട്ടിട്ട് പൊരിക്കുക. എനിക്ക് ചക്ക അപ്പാട് തിന്നാണ് ഇഷ്ടം. ചക്കനെ കൊണ്ട് വേറെ എന്തൊരു ഐറ്റം ഞാൻ ഉണ്ടാക്കി ഇവള് തിന്നില്ല. പക്ഷെ എനിക്ക് പൊരിക്കാൻ അതേം കൊണ്ട് ഉള്ളു വെന്തില്ല. എന്നിട്ട് ഞാനും തിന്നില്ല. ഞാൻ കഷ്ടം തിന്നു. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ കഷ്ടം തിന്നു. ഫുള്ള് തിന്നാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പൊരിക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റട്ടോ, ചീര പൊരിച്ചത്. അത് നമ്മളെ വീട്ടില് വാപ്പ ബജി മുളക് ഉണ്ടാക്കലുണ്ടായിരുന്നു പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ പൊരിക്കുന്നത്. അപ്പോൾ പിന്നെയും കുറേ വന്ന സമയത്ത് നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ബജി മുളക് പൊരിച്ചതേ. ബാക്കി വന്ന മാവ് സാധാരണ ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിലാക്കി വെക്കും, 1-2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് കളയും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഞാനോർത്ത് നമുക്ക് വെറൈറ്റി പിടിക്കുന്നത്, അങ്ങനെ ചീര എടുത്തിട്ട് പൊരിച്ചു നോക്കിയതാ കേട്ടോ. നമ്മളിതിന് മുന്നേ ഒരു പാലക്ക ചീര എന്ന് പറഞ്ഞിട്ടൊരു ചീര ഉണ്ടായിരുന്നു, അത് പൊരിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് സാധാ ചീരല്ല, പാലക്ക ചീരല്ല. ഇതിന്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ബജിമുളകൊക്കെ പൊരിച്ച് റെഡിയായി. അതേപോലെ തന്നെ ചീര സൈഡിൽ നിന്ന് പൊരിയുന്നുണ്ട്. ആ സമയത്താണ് എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൂടെ കഴിക്കാനൊരു പൂതി. ഇന്ന് സ്പെഷ്യൽ ചിക്കൻ, പേരില്ലാത്തൊരു സാധനം. ചിക്കൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഗ്രിൽഡ് ചിക്കൻ വിത്ത് ചീസ്. അതിൻ്റെ പേര് ടേസ്റ്റ് ഒക്കെ കഴിച്ചിട്ട്. അത് ശരി, ഇതിനൊന്നും വേണ്ട. സൂപ്പർ. അത് ഞങ്ങൾക്ക് വെച്ചതാ ബജി മുളക്. അതിന് ചൂട് തന്നെ നമ്മൾ വൈകുന്നേരം പൊരിച്ചു. ചൂട് വേണ്ടിയിരുന്നു, പക്ഷെ വൈകുന്നേരം പൊരിച്ചു. നിങ്ങൾ വൈകുന്നേരം വന്നില്ലല്ലോ. കുറെ വെറൈറ്റീസ് ഉണ്ടാക്കിയിരുന്നു. അതന്നെ, അത് നല്ല നന്നായിക്കണ്. എന്തൊക്കെ കോമ്പിനേഷൻ. ആഷിക്ക് എങ്ങനെയാണ് പൂരവും പഴമൊക്കെ കഴിക്കുക. ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആഷിക. എന്നാ കഴിക്കട്ടെ, വിശക്കുന്നു.